നമുക്ക് ഫിഷ് എഗ്ഗ് വറുത്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഫിഷിൻ്റെ എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയ്ക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ചതച്ചെടുത്ത ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക. പിന്നെ ഇഞ്ചി ചതച്ചെടുത്തത്, ഉണക്കമുളക്, പിന്നെ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഷ് ചെയ്തെടുത്ത മുളക് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഫിഷ് എഗ്ഗ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറുക്കാം. നമുക്ക് ഉണക്കമുളക് ഇടുമ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ടിടുക. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കണ ചുവന്നുള്ളിയും ഇഞ്ചിയും ചേർക്കാം. വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ ചുവന്നുള്ളിക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. നമ്മുടെ ചുവന്നുള്ളിക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിയണം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കുക. നമ്മുടെ മുളക് പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫിഷ് എഗ്ഗ് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തേങ്ങയും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഫിഷ് എഗ്ഗൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഫിഷ് എഗ്ഗിന് വേവും ഭയങ്കര കുറവാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫിഷ് എഗ്ഗ് വെന്ത് കിട്ടും. നമുക്ക് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അത് നന്നായിട്ട് ഉടച്ചിട്ട് നല്ല തരി പോലെ എടുക്കണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഇപ്പോൾ ഫിഷ് എഗ്ഗ് നല്ല തരി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഗരം മസാലയ്ക്ക് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കേണ്ട. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി തുറന്ന് വെച്ചിട്ട് നമുക്കിത് ഒന്നും കൂടി നമുക്കൊന്ന് പതുക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ ഫിഷ് എഗ്ഗ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് എഗ്ഗ് വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്.